എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു പ്രയറിനെ കുറിച്ചാണ്. എനിക്ക് ഇന്നും ഞാൻ ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കൂടിയാണത്. അതിന് ഒരിക്കലും നമുക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പോലും പറയാൻ പറ്റില്ല. ഇതൊരു പ്രയറാണ്. എല്ലാവരുടെ ജീവിതത്തിലും അത്ഭുതകരമായ മാറ്റം സംഭവിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രയറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മിക്കപ്പോഴും നമുക്ക് പല കാര്യങ്ങൾക്കും തടസ്സം ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ? എന്ത് കാര്യം ചെയ്താലും അങ്ങോട്ട് ശരിയാവുന്നില്ല. നമുക്ക് തോന്നാറുണ്ട് ഇതെന്താ ഒന്നും ശരിയാവാത്ത, ഒരു കാര്യം നമുക്ക് മര്യാദയ്ക്ക് വരാറില്ല. നമ്മൾ പറയില്ലേ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് തോന്നുന്നു ഇപ്പോൾ ഓക്കെ, എല്ലാ കാര്യവും ഓക്കെ, ഇപ്പം അത് ശരിയാവും എന്ന് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അവസാന നിമിഷം ഈ സംഭവം കൂടെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരുപാട് കാര്യം നമ്മൾ എഫേർട്ട് ഇടാഞ്ഞിട്ടാണോ? അല്ല, നമ്മൾ നല്ല പോലെ പരിശ്രമിച്ചിട്ടും നല്ല പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എല്ലാത്തിനും ഒരു തടസ്സം അല്ലേ? അപ്പം നമ്മൾ പറയാറുണ്ട് എന്തിനാ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ, എൻ്റെ കാര്യത്തിൽ മാത്രം എന്താ ഒന്നും വരാത്തത്, എനിക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗ്യമില്ലാത്തതാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം നമുക്ക് പണം കിട്ടാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ബന്ധങ്ങൾ വഷളാകുന്നത്, നല്ല ബന്ധങ്ങളൊന്നും നമുക്ക്, അതായത് നല്ല രീതിക്ക് നമുക്ക് ബന്ധങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കരിയറിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിലൊക്കെ നമ്മൾ നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല പോലെ നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും അതിൽ കാര്യമായ പുരോഗതി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് നല്ലതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യമില്ല, എനിക്ക് യോഗമില്ല. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇത് നമ്മൾ വിചാരിക്കുന്നത് പുറത്തുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കുന്നത് എന്നാണ്. പക്ഷെ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പഴയ ഓർമ്മകളുടെ റിഫ്ലക്ഷനാണ്. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് 5%, അതായത് 5% പ്രവർത്തിക്കുന്നത്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് 95% ആണ്. ഇത് ശരിക്കും നമ്മുടെ മൈൻഡ്, അതായത് നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇത്ര കാലം വരെ, അതായത് നമുക്കിപ്പോൾ ഒരു 32, 33 വയസ്സ്, അല്ലെങ്കിൽ ആ ഒരു ഏജ് എത്രയാണോ, നിങ്ങളുടെ ഏജ് എത്രയാണോ അത്ര ഏജ് ആണെങ്കിൽ അത്ര കാലം വരെയുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, കണ്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ചേർന്ന്, അത് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിച്ചത്, വീട്ടിൽ നിന്ന് പഠിച്ചത്, ഇതെല്ലാം ചേർന്ന് ഒരു പ്രോഗ്രാമിംഗ് ആയിരിക്കുകയാണ്. ഇനി എന്താണ് നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിംഗ് അനുസരിച്ച് ഒരു പാറ്റേൺ നിങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഈ പാറ്റേൺ അനുസരിച്ചാണ് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുക. ഈ പാറ്റേൺ പ്രകാരമാണ് നിങ്ങളിലേക്ക് ആളുകൾ വരുന്നത്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരുന്നത്, അതുമല്ലെങ്കിൽ സന്ദർഭങ്ങൾ ഒരുങ്ങുന്നത്, എല്ലാം ഈ പാറ്റേൺ അനുസരിച്ചാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന പല തടസ്സങ്ങളും, അത് പണത്തിൻ്റെ തടസ്സമാണെങ്കിലും ബന്ധങ്ങളിലെ തടസ്സമാണെങ്കിലും എന്ത് തടസ്സമാണെങ്കിലും, അത് നമ്മുടെ ഉള്ളിലെ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മാത്രമാണ്. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറയാം, പണമില്ലാത്ത, എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്ന മെയിൻ കാര്യമാണ് കേട്ടോ പണമാണ്. അതായത് നമ്മൾ ഒരിടയ്ക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് പണമൊന്നും അത്രതല്ല, പണം എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല, ഞാൻ പണത്തിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മളൊരു കാലം വരെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം പലരുടെയും മൈൻഡ് സെറ്റ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണമാണ് ഏറ്റവും വലുത്. പണമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് വരും, അതുറപ്പാണ്. എല്ലാം പണം കൊണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭൂരിഭാഗം കാര്യങ്ങളും നമ്മുടെ ലൈഫിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പണത്തിന് വലിയ റോളുണ്ട്.
പക്ഷേ നമ്മുടെ ഉള്ളിൽ ഒരു ബ്ലോക്ക് കിടക്കുകയാണ് പണത്തിൻ്റെ. അതെങ്ങനെയാണ് കിടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് മുതലേ ഇപ്പോൾ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതിലെ വില്ലന്മാരൊക്കെ ഭയങ്കര പണക്കാരായിരിക്കും. അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് പണമുള്ളവൻ എന്തോ ഒരു ദുഷ്ട കഥാപാത്രം, അല്ലെങ്കിൽ പണം കയ്യിലുണ്ടെങ്കിൽ അഹങ്കാരി. അങ്ങനെ പണത്തിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കണ്ടുവച്ചിരിക്കുന്നത്. പണമുണ്ടെങ്കിൽ എന്തോ ആർത്തിയാണോ പണത്തിനോട്, അല്ലെങ്കിൽ പണത്തിനെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അതൊരു അത്യാർത്തി അല്ലെങ്കിൽ ഒരു അഹങ്കാരി, അങ്ങനെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ളവർ അതിനെ എങ്ങനെ കാണും? അവളുടെ കയ്യിൽ പണമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ പണമുണ്ട്, അപ്പം അതിൻ്റെ അഹങ്കാരമാണ്, എങ്ങനെ ഉണ്ടാക്കിയ പണമായിരിക്കും. അങ്ങനെ മറ്റുള്ളവർ പണത്തിനെക്കുറിച്ച്, അതായത് നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മറ്റുള്ളവർ എങ്ങനെയാണ് നമ്മളെ വിലയിരുത്തുന്നത്, നമ്മളെ കാണുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളും പണവും തമ്മിലുള്ള തെറ്റായ ബന്ധം കാരണമാണ് നമ്മളിലേക്ക് പണം വരാത്തത്. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് അത്ര നല്ല ബന്ധമല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ റിലേഷൻ മുന്നോട്ട് പോവില്ല. ആ ഒരു റിലേഷനിൽ നല്ല ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അവരുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അകൽച്ച വരും. അതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യം. അപ്പോൾ അവിടെ ആരാണ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്? നമ്മൾ തന്നെയാണ്. നമ്മളെങ്ങനെ ബ്ലോക്ക് ചെയ്തു? നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള അനുഭവത്തിൽ നിന്നും കണ്ടും കേട്ടും അറിഞ്ഞും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റ് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം? റീപ്രോഗ്രാമിംഗ് ചെയ്യണം. ഇതുപോലെ തന്നെയാണ്, ഇനിയിപ്പോൾ ഞാൻ പണത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഇതുപോലെ തന്നെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും. അതായത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ചിലപ്പോൾ ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലും നമുക്കൊരു അനുഭവം, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മൾ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രണയബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അതിൽ നിന്നും ചിലപ്പോൾ നമുക്കൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു ട്രോമയായിട്ട് കിടക്കും. പക്ഷേ പിന്നെ എന്തുണ്ടാവും? ഏത് റിലേഷൻ, നല്ല ആൾക്കാർ വന്നാലും, എത്ര നല്ല റിലേഷൻ ആയാലും നമ്മുടെ ഉള്ളിൽ കിടക്കുക എന്താ? ഇവർ നമ്മളെ ഇട്ടിട്ട് പോവോ, ഇവർ നമ്മളെ ചതിക്കുമോ, പഴയ ബന്ധം പോലെ ആവോ എന്നുള്ള കാര്യങ്ങൾ, ചിന്തകൾ വരും. അപ്പോൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും നമ്മുടെ ഈ ചിന്തകൾ അവിടെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യണേ, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബന്ധത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങും. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണോ അതാണ് യൂണിവേഴ്സ് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് നമ്മളെന്താണോ അതാണ് മിറർ പോലെ നമുക്ക് കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. നിങ്ങളെന്താണോ അതാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇത്തരം ബ്ലോക്കുകളാണെങ്കിൽ, റിലേഷൻഷിപ്പ്, പൈസ, അല്ലെങ്കിൽ കരിയർ, അല്ലെങ്കിൽ ഹെൽത്ത്, നിങ്ങളെപ്പോഴും ചിന്തിക്കണം, എനിക്ക് ആരോഗ്യം ഇല്ല, എനിക്ക് അവിടെ വേദന, എനിക്ക് ഇവിടെ വേദന, എൻ്റെ കിഡ്നി പോയോ, എൻ്റെ ലിവർ പോയോ, എനിക്ക് അവിടെ അവർക്ക് ഇങ്ങനെ അസുഖമുണ്ട്, അപ്പോൾ എനിക്ക് വരുമോ, ഇത്തരം ചിന്തകൾ വരുമ്പോൾ നിങ്ങളവിടെ ബ്ലോക്ക് ചെയ്യണം ആരോഗ്യത്തിനെ, അല്ലേ? അപ്പോൾ അത് കാരണം നിങ്ങളെന്താണോ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഹീൽ ചെയ്യണം. ഹീലിംഗ് ആണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോഴും മാനിഫെസ്റ്റേഷൻ്റെ ഒരു മെയിൻ പാർട്ടിലേക്ക് എത്തിയിട്ടില്ല, ഹീലിങ്ങിലേക്കാണ് നമ്മൾ എത്തിയിരിക്കണേ. അപ്പോൾ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോ ഒപ്പനോ പൊനോ എന്ന് പറഞ്ഞ ഒരു പ്രയറാണ്. ഇത് ഒരിക്കലും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കല്ല, ഇതൊരു പ്രയറാണ്. അതായത് ഒരു ഹവായൻ പ്രയറാണ് ഹോ ഒപ്പനൊപ്പനോ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നമ്മുടെ ലോകത്തിന് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ ടെക്നിക്ക് എന്ന് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്രമാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളൊരു മന്ത്രമാണ് ഹോ ഉപ്പനോപ്പനോ. ഇതൊരു ഹവായൻ ടെക്നിക്കാണ്. ഡോക്ടർ ഹ്യൂലിയനാണ് ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി തന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഹോ ഒപ്പനോപ്പനോയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഹോ'ഒപ്പനോപ്പനോ വരുത്തിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഹോ'ഒപ്പനോപ്പനോ വരുത്തിയ അത്ഭുതങ്ങളെക്കുറിച്ച് അദ്ദേഹം ലോകത്തിന് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു മാറാരോഗം എന്ന് തന്നെ പറയാവുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന ഒരു അസുഖമായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെയും ഫേമസ് ആയിട്ടുള്ള ലോകപ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സിനെയും മനഃശാസ്ത്ര വിദഗ്ധരെയും സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഡോക്ടേഴ്സിനെയും വിദഗ്ധരെയും കാണിച്ചിട്ടും ആ അസുഖത്തിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ ഈ ഒരു മന്ത്രം അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് അദ്ദേഹത്തോട് ആദ്യമായി പറയുന്നത്. ആദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് എത്ര നിസ്സാരമായൊരു കാര്യം എന്ന് തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ അദ്ദേഹം തൻ്റെ മകളുടെ രോഗശാന്തിക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്നു. അത് കാരണം അദ്ദേഹം ഈ ഒരു മന്ത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മകൾക്ക് വേണ്ടി പ്രയോഗിച്ചു. അത്ഭുതകരമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ രോഗം പൂർണ്ണമായും ഭേദപ്പെട്ടു. പിന്നീട് അവിടുന്ന് ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് വേണ്ടി അദ്ദേഹം ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തു. ആ ഒരു ടെക്നിക്കിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വിശദമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹം അടുത്തത് ഈ ടെക്നിക്ക് യൂസ് ചെയ്തത് ഒരു ഹോസ്പിറ്റൽ, അതായത് സൈക്കോ ക്രിമിനൽസ് താമസിച്ചിരുന്ന, സൈക്കോപാത്തുകൾ താമസിച്ചിരുന്ന, അവരെ പാർപ്പിച്ചിരുന്ന ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ജയിൽ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. അവിടെ അടയ്ക്കപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും മോചനം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഡോക്ടേഴ്സ് വരികയും അവരുടേതായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരിക്കൽ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പെട്ടിട്ടുള്ള ആരും പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. അക്രമാസക്തരായിട്ടുള്ള ആളുകളായിരുന്നു ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഡോക്ടർ ഹ്യൂലിയൻ ആ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അദ്ദേഹം ആ രോഗികളെ നേരിട്ട് കണ്ടതേയില്ല. പകരം ഓരോ രോഗികളുടെയും ഫയലുകൾ അദ്ദേഹം ഡെയിലി പരിശോധിക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. ഇത് കണ്ടിരുന്ന ബാക്കി ആളുകൾക്കൊക്കെ പരിഹാസമായിരുന്നു. ഡോക്ടർ ഒരിക്കൽ പോലും ആ രോഗികളെ നേരിട്ട് കാണുന്നില്ലല്ലോ, പകരം അവരുടെ ഫയലുകൾ എടുത്ത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാവരും സംശയത്തോടു കൂടിയിട്ട് കാണാൻ തുടങ്ങി. ഡോക്ടർ ഒരുപാട് പേര് വിമർശിക്കാൻ തുടങ്ങി. പക്ഷേ ദിവസങ്ങൾ ചെല്ലെ, ആഴ്ചകൾ കഴിയേ ഓരോ രോഗികളായിട്ട് ഭേദപ്പെടുകയും മാസങ്ങൾക്കുള്ളിൽ ഇവരെല്ലാം അസുഖം ഭേദപ്പെട്ട് പുറമേക്ക് പോവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ വളരെ അത്ഭുതമായി എല്ലാവർക്കും തോന്നി. എല്ലാവരും ഡോക്ടറോട് ചോദിച്ചു, എന്താണ് ഡോക്ടർ ചെയ്തത്? ഒരിക്കൽ പോലും സാറ് അവരെ നേരിട്ട് കണ്ടിട്ടില്ല, എന്തത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഡോക്ടർ ഹ്യൂലിയൻ പറഞ്ഞു, ഞാൻ ഓരോ രോഗിയുടെയും ഫയലെടുത്ത് അവരുടെ മനസ്സിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരുടെ അസുഖത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ സ്വയം ഏറ്റെടുത്ത് ഒപ്പനോപ്പനോ ചെയ്തു. ആ സമയത്ത് പ്രപഞ്ചത്തിലേക്ക് ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷൻ പോവുകയും അവരുടെ അസുഖം ഭേദമാവുകയും ചെയ്തു. അത്രയും പവറാണ് ഒപ്പനോപ്പനോ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കിന് അല്ലെങ്കിൽ മന്ത്രത്തിന് ഉള്ളത്. ഇത് ഏതൊരു കാര്യത്തിനും നമുക്ക് പ്രയോഗിക്കാം. അസുഖം മാറാൻ നമുക്ക് പ്രയോഗിക്കാം. നമ്മുടെ പണത്തിനെ, നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല, അതിനുപയോഗിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ബന്ധങ്ങൾ വളരെ നല്ല രീതിക്ക് പോകാനായിട്ട്, പരസ്പരം ചേർന്ന് പോകാനായിട്ട്, എന്തെങ്കിലും പിണക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒപ്പനോപ്പനോ വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ഏതൊരു മേഖലയിലും ഏതൊരു കാര്യത്തിനും ഒപ്പനോപ്പനോ യൂസ് ചെയ്യാം. അതിൻ്റെ ഫലം നിസ്സാരമല്ല. കാരണം നമ്മളാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രപഞ്ചശക്തിക്ക് സമർപ്പിക്കുന്നത്. ഇത് വെച്ച് എന്തത്ഭുതം സംഭവിക്കാനാണ് എന്ന് തോന്നും. പക്ഷേ ഹൈ വൈബ്രേഷനിലുള്ള 4 വാക്കുകളാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു.
ഇനി ഹോപ്പനോപ്പനോ ഉപയോഗിച്ചാൽ ലഭിക്കാവുന്ന പ്രധാന ഗുണങ്ങൾ. ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ മനഃശാന്തിയും തലച്ചോറിൻ്റെ ഒരു ശുദ്ധീകരണവും, തലച്ചോറ് ക്ലിയർ ആക്കലും. നമ്മുടെ മനസ്സിൽ കുടുങ്ങിയ പഴയ ഓർമ്മകൾ, ചിന്തകൾ, കുറ്റബോധം, ക്ഷോഭം എന്നിവയെല്ലാം പുറമേക്ക് റിലീസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ് ഹോപ്പനോപ്പനോ. നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഏറ്റവും അധികം ബ്ലോക്കാകുന്ന കാര്യങ്ങളാണ് ഇത്. പഴയ ചിന്തകൾ, പഴയ ഓർമ്മകൾ, കുറ്റബോധം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഹോപ്പനോപ്പനോ ചെയ്തു കഴിഞ്ഞാൽ മതി. ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ മുന്നോട്ട് പോവില്ല. അത് നമ്മളെ തടഞ്ഞു നിർത്തും. മനസ്സിൻ്റെ ഡാറ്റാബേസ് ശുദ്ധമാക്കുന്നത് പോലെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആക്കുന്നു. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആക്കണം. അതിനാണ് ഞാൻ ക്ലെൻസിങ് ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെയല്ല, അതിനേക്കാൾ എഫക്റ്റീവാണ് ഹോപ്പനോപ്പനോ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ക്ലിയർ ആയിരിക്കണം. അടുത്തത്, ക്ഷമയും ആത്മവിശ്വാസവും വളരുന്നു. മാനിഫെസ്റ്റേഷന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമാണ് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. ഞാൻ എന്താണ് എന്നുള്ള കൃത്യമായ ധാരണ എനിക്കുണ്ടായിരിക്കണം. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ, എനിക്ക് നടക്കുമോ, എനിക്കിതൊക്കെ സാധിക്കുമോ, എനിക്കിതിനുള്ള അർഹതയുണ്ടോ എന്നുള്ള ചിന്തകൾ ഒന്നും തന്നെ മാനിഫെസ്റ്റേഷനിൽ പാടില്ല. അത് മാനിഫെസ്റ്റേഷൻ തടയും, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ പ്രധാനമാണ് ക്ഷമ. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തു, ഞാൻ ഒരു ജോലി മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്നിലേക്ക് വരാനുള്ള ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്ക് വേണം. ക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് നാളെ തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കണം. എന്താ റിസൾട്ട് വരാത്തത് എന്ന് ഞാൻ ഒരിക്കലും വെയിറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. കാരണം മാനിഫെസ്റ്റേഷൻ ഒരിക്കലും ഫ്യൂച്ചറിലല്ല, നമുക്ക് പ്രസൻറ്റിൽ നടന്നതായും പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തതായുമാണ് വേണ്ടത്. അങ്ങനെ സംഭവിച്ചൊരു കാര്യത്തിനെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കണം. അത് എന്നിൽ സംഭവിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് വേണം. അടുത്തത്, ഉള്ളിലേക്ക് കടന്ന് അഹങ്കാരമില്ലാതെ ക്ഷമിക്കാനും സ്വയം സ്നേഹിക്കാനും സഹായിക്കും. ഹോപ്പനോപ്പനോ നമ്മൾ പ്രയോഗിക്കും തോറും നമ്മുടെ ഉള്ളിലെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതാവും. പകരം നമ്മൾ സെൽഫ് ലവ്, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങും. അടുത്തത്, ബന്ധങ്ങളിൽ വളരെ ദൃഢത കൊണ്ടുവരും. ബന്ധങ്ങളിലുണ്ടായ പിഴവുകൾ ആവർത്തിക്കാതെ മുന്നോട്ട് പോകാൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അടുത്തത്, വേറൊരു വ്യക്തിയെ മാറ്റാൻ നോക്കാതെ. നമ്മളെപ്പോഴും ബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മറ്റൊരാളുടെ കുറ്റം കണ്ടെത്തി അവൻ മാറട്ടെ അല്ലെങ്കിൽ അവൾ വ്യത്യാസം വരട്ടെ എന്നുള്ള ചിന്തയിലാണ് മുന്നോട്ട് പോകാറ്. അതിന് പകരം എന്ത് സംഭവിക്കും? സ്വന്തം ഉള്ളിലെ മാറ്റങ്ങൾ വരുത്തിയാൽ അതിൻ്റെ ആവർത്തനം ചുറ്റുപാടിലും സംഭവിക്കുമെന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മളെത്തും. ഉള്ളിൽ ദൈവിക അനുഭവം ബന്ധപ്പെടാൻ തുടങ്ങും. ദൈവവുമായി നമ്മൾ കൂടുതൽ കണക്ഷനിലേക്ക് എത്തും. ഹയർ സെൽഫ്, നമ്മുടെ ഏറ്റവും ഹയർ സെൽഫിലേക്കും സോൾ, ദൈവിക ശക്തി എന്നിവയുമായി ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ വിശ്വാസം, സറണ്ടർ, നീതി എന്നിവ മെച്ചപ്പെടും. നമുക്ക് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പവർഫുള്ളായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് വിശ്വാസം. അതുപോലെ സറണ്ടർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ എല്ലാ മാനിഫെസ്റ്റേഷനും സറണ്ടർ ചെയ്തിരിക്കണം. നമ്മളൊരിക്കലും അത് കൂടെ കൊണ്ട് നടക്കരുത്. നമ്മൾ പ്രകൃതിക്ക് അല്ലെങ്കിൽ ദൈവത്തിന് സറണ്ടർ ചെയ്തിരിക്കണം. അടുത്തത്, ആത്മീയ മാനസിക രോഗശമനം. അതായത് ക്ഷീണം, ആകാംക്ഷ, നിരാശ തുടങ്ങിയ പല മാനസിക ചിന്തകളും അവസാനിക്കും. നമ്മൾ വളരെ എനർജറ്റിക്കാവും. മെൻ്റലി, ഫിസിക്കലി നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിരിക്കും. ശാരീരിക രോഗങ്ങൾക്ക് പോലും ആശ്വാസം തരാൻ ഈ ഒരു ടെക്നിക്കിന്, മന്ത്രത്തിന് സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്.
ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുക. മെഡിറ്റേഷനാണ് ശരിക്കും ഹോപ്പനോപ്പനോ. അപ്പോൾ എന്ന് വെച്ച് മെഡിറ്റേഷനിൽ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ കിടക്കാൻ പറ്റുന്നത്, എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്നത് ആ രീതിയിൽ ഇരിക്കുക. എന്നിട്ട് കണ്ണടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം ഒരു 4-5 ദീർഘശ്വാസം എടുത്ത് വിടുക. സ്ലോലി ബ്രീത്ത് ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതിനുശേഷം മനസ്സിൽ എന്താണോ ആവശ്യം, അതായത് എന്ത് കാര്യത്തിനെ കുറിച്ചാണോ, ഇപ്പോൾ പണമാണോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പാണോ ജോലിയാണോ എന്താണോ ആരോഗ്യമാണോ എന്താണോ ആവശ്യം, ആ ആവശ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ആവശ്യത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് മനസ്സിൽ പറയാം. അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലാത്തതാണ് അവസ്ഥ, എനിക്ക് കടം വന്നിരിക്കുന്നു. നെഗറ്റീവ് വാക്കുകൾ കൂടുതലും പ്രയോഗിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ പണമില്ലാത്തതാണ് എൻ്റെ അവസ്ഥ എങ്കിൽ അതിൻ്റെ ആ ഒരു പ്രശ്നം ഇപ്പോൾ എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഈ 4 വാക്കുകൾ പറയുക. പണമില്ലാത്തതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഐ എം സോറി. പണത്തിനെ ഞാൻ തെറ്റായി കണ്ടതുകൊണ്ട്, അതായത് എന്നിലേക്ക് പണം വരില്ല, എനിക്കതിനുള്ള അർഹതയില്ല എന്ന് ചിന്തിച്ചതിന് പ്ലീസ് ഫോർഗീവ് മീ. ഇത്രയും കാലം എന്നിലേക്ക് വന്ന എല്ലാ പണത്തിനും താങ്ക് യു. അതുപോലെ ഐ ലവ് യു, അതായത് എന്നിലേക്ക് വന്ന എല്ലാ പണത്തിനും ഇനി വരാനിരിക്കുന്ന എല്ലാ പണത്തിനെയും ഞാൻ സ്നേഹിക്കുന്നു. ഇങ്ങനെയാണ് മനസ്സിൽ ചിന്തിക്കേണ്ടത്. ഈ വാചകങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു ഇങ്ങനെ ഒരു 10 മിനിറ്റ്, അതായത് 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ പറയാം. ഇത് പണത്തിന് മാത്രമല്ല, ഏതൊരു കാര്യത്തിനും. ഇനിയൊരു റിലേഷൻഷിപ്പാണോ നിങ്ങളുടെ പ്രശ്നം, ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ടുള്ള പ്രശ്നമാണ് പരിഹരിക്കേണ്ടത് എങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള പ്രശ്നം മനസ്സിൽ കാണുക. ആ വ്യക്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം, അതായത് ആ പ്രശ്നത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഐ എം സോറി. ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണക്കാരൻ ഞാനാണ്, പ്ലീസ് ഫോർഗീവ് മീ. അതുപോലെ ആ വ്യക്തിയുമായിട്ടുള്ള നല്ല ബന്ധത്തിന് താങ്ക് യു. അതുപോലെ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. ഇതേത് വ്യക്തിയുമായിട്ടുള്ള ബന്ധം കേട്ടോ, ഏത് വ്യക്തിബന്ധങ്ങളും നമുക്ക്, ഏത് റിലേഷൻഷിപ്പും നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് അസുഖമാണ് നമുക്ക് പരിഹരിക്കേണ്ടത് എങ്കിൽ അസുഖം വന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ 4 വാക്കുകൾ പറയാം. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെത്ര നിസ്സാരമായിട്ടുള്ള വാക്കാണ്, ഇതിലെന്ത് അത്ഭുതമാണ് സംഭവിക്കാനുള്ളത് എന്നൊക്കെ തോന്നാം. പക്ഷേ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാനുള്ള കഴിവ് ഈ 4 വാക്കുകൾക്കുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.